ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 40 വയസ്സിന് ശേഷം നമുക്കുണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പിന്നെ അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണയായി 40 വയസ്സിന് ശേഷം നമ്മൾ കേൾക്കുന്ന അസുഖങ്ങളാണ് ബ്ലഡ് പ്രഷർ കൂടുതലാണ്, ഡയബറ്റീസ് ആണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ചെയ്യാവുന്ന കാര്യം നമുക്ക് ഭക്ഷണത്തിലുള്ള ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പോകാം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ്, കൈൻഡ് ഓഫ് സ്ട്രെച്ചിങ് എക്സസൈസോ ജസ്റ്റ് യോഗ പോലെയുള്ളതോ അങ്ങനെ എന്തെങ്കിലും എക്സസൈസുകൾ ചെയ്യാം. ഇനിയിപ്പം അതും സാധിക്കാത്തവർക്കാണെങ്കിൽ നമുക്ക് ഒരു വോക്കാകാം. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നടപ്പ് ശീലമാക്കാം. പിന്നെ കൂടാതെ തന്നെ നമ്മൾ സ്ട്രെസ്സും കുറയ്ക്കാൻ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ ഡീപ് ബ്രീതിങ് എക്സസൈസ് എന്തെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഷുഗർ കുറയ്ക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം നമുക്ക് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും അധികം മധുരമുള്ള സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ വാക്കിങ്ങും സൈക്ലിങ്ങും എക്സസൈസും ഒക്കെ അതിനും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് സന്ധിവേദന എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ്. സാധാരണയായി മുട്ട്, കാല്, കൈവേദനയൊക്കെ നമുക്ക് 40 കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം നമുക്കതിന് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ തന്നെ എക്സസൈസ്, സ്വിമ്മിങ് എക്സസൈസുകൾ, ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ സ്റ്റില്ലായിട്ട് ഇരിക്കുന്നതിന് പകരം സിമ്പിൾ എക്സസൈസുകളും ജസ്റ്റ് നിങ്ങൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജോയിൻസും കൈകാലുകളൊക്കെ സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പരിധി വരെ ഈ സന്ധിവേദനയൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ കൂടുതലും നമ്മൾ ഫുഡൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്ധിവേദന ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അടുത്തതായി ഞാൻ പറയുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അതായത് 40 വയസ്സ് കഴിയുമ്പോൾ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക. പിന്നെ വീട്ടിൽ തന്നെ മാക്സിമം കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതും ഹെൽത്തി ഫുഡും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളും കഴിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതുപോലെ തന്നെ നടപ്പ് എന്നും അതൊരു ശീലമാക്കുക. അടുത്തതായി പറയാനുള്ളത് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യവും ബോൺ ഹെൽത്തുമാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ആൾക്കാരും സ്ക്രീൻ ടൈം ഒത്തിരി എടുക്കുന്നവരാണ്. അതായത് ഏത് ഫീൽഡിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അവർ സ്ക്രീൻ ടൈം ഒത്തിരി യൂസ് ചെയ്യുന്നവരപ്പം അങ്ങനെയുള്ളവർ ഒരു സമയം കഴിയുമ്പോൾ കണ്ണുകൾക്ക് ഇച്ചിരി റെസ്റ്റ് കൊടുക്കുക. സിമ്പിൾ എക്സസൈസ്, കൈ റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് 2 കണ്ണിലും വെക്കുക. പിന്നെ കുറച്ചു നേരം കണ്ണ് ക്ലോസ് ചെയ്തിരിക്കുക. അതുമല്ലാതെ പിന്നെ റെഗുലർ ആയിട്ടുള്ള ഐ ചെക്കപ്പിന് നിങ്ങൾ പോവുകയും ചെയ്യുക. പിന്നെ ബോൺ ഹെൽത്തിനാണെങ്കിലും നമ്മൾ കാൽഷ്യവും പിന്നെ ഡോക്ടർ നിർദ്ദേശം അനുസരിച്ചുള്ള സപ്ലിമെന്റ്സ് ഒക്കെ അതിന് കഴിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് സൺലൈറ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടതാണ് വൈറ്റമിൻ ഡി. അത് നമുക്ക് ഏറ്റവും കൂടുതൽ സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുക എന്നുള്ളതാണ്. നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമുക്ക് പകുതി അസുഖങ്ങളും പോവും. എളുപ്പമാർഗം എന്നാന്ന് വെച്ചാൽ ഉറക്ക സമയം നമ്മളൊരു സ്ഥിരമായിട്ടൊരു സമയം വെക്കുക. നിങ്ങൾ 10 മണിക്ക് ഉറങ്ങുന്നവരാണെങ്കിൽ എന്നും ആ ഒരു 10 മണിക്ക് തന്നെ ഉറങ്ങാൻ ശീലിക്കുക. പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈം ഇതുപോലെ തന്നെ കുറയ്ക്കുക. ഫോണ്, മൊബൈല് അതൊക്കെ മാറ്റി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഉറക്കത്തിനൊരു കറക്റ്റ് ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യം നമ്മുടെ ബ്രെയിൻ ഹെൽത്താണ്. നമ്മുടെ മെമ്മറി പയ്യെ കുറയാൻ തുടങ്ങും. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ മെമ്മറി ഹെൽത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് സ്ട്രെസ് വരും. അതിനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു പസിൽസുകൾ ചെയ്യുക. പിന്നെ വായിക്കുക എന്ന് ഞാൻ മീൻ ചെയ്യുന്ന ബുക്സ് റീഡ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അല്ലാതെ ഈ സ്ക്രീൻ ടൈം ആയിട്ട് നിങ്ങൾ ഫോൺ വെച്ച് വായിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്.
ബുക്സ് റീഡ് ചെയ്യാൻ സമയം കണ്ടെത്തുക. പിന്നെ കൈൻഡ് ഓഫ് ബ്രെയിൻ എക്സസൈസുകളില്ലേ, സുഡോക്കു, പിന്നെ ക്രോസ് വേർഡ്സ്, അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസുകളൊക്കെ ബ്രെയിനിന് വേണ്ടി ചെയ്യുക. പിന്നെ കൂട്ടുകാരുമായി തമാശകൾ പറയുക, നിങ്ങൾ ഫാമിലി ടൈം കണ്ടെത്തുക. അതുപോലെ തന്നെ മെഡിറ്റേഷനും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവയൊക്കെ തന്നെയാണ് 40 ആയവർ ശ്രദ്ധിക്കേണ്ട പ്രധാന പ്രശ്നങ്ങളും അത് പരിഹരിക്കാനുള്ള എളുപ്പമാർഗങ്ങളും. ഈ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് വലിയ ഫലങ്ങളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്